തെങ്ങുകയറ്റം തങ്ങളുടെ തൊഴിലായി സ്വീകരിച്ചിരുന്ന പരമ്പരാഗത തെങ്ങേറ്റ തൊഴിലാളികൾ ഈ മേഖലയിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് പിന്മാറിയതിനെ തുടർന്ന് നാട്ടിൻപുറങ്ങളിലെ തെങ്ങുകയറ്റം പൂർണ്ണമായും അവതാളത്തിലായിരിക്കുകയാണ്. ഏതാനും ചിലർ മാത്രമാണ് ഇന്ന് തെങ്ങേറ്റ തൊഴിലിൽ തുടരുന്നത്. വയസ്സ് 60 പിന്നിട്ടിട്ടും ഇന്നും തൻ്റെ കുലത്തൊഴിലായ തെങ്ങുകയറ്റം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏഴിക്കര കടക്കര സ്വദേശി അപ്പുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യനെ നമുക്കിന്ന് പരിചയപ്പെടാം. എൻ്റെ ഒരു അപ്പക്കുട്ടൻ. ഞാനൊരു 10-16 വയസ്സിലാണ് തെങ്ങേറ്റം തുടങ്ങിയത്. ഇപ്പോഴെനിക്കൊരു 60 വയസ്സ് കഴിഞ്ഞ്. എന്നാലും ഞാനിപ്പോൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഉപജീവനമാർഗം എല്ലാം നടത്തിപ്പോണത്. 2 പെൺമക്കളുണ്ടായതിന് ഈ തൊഴിൽ തന്നെ ചെയ്താണ് ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തത്. ഇപ്പോൾ എന്നാലും എനിക്കിപ്പോൾ വയ്യായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് ക്ഷീണം തോന്നലില്ലെങ്കിലും ചില തെങ്ങന്മാർ കയറുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും അരിമേടിക്കാൻ വേണ്ടി ഈ കഷ്ടപ്പാട് നടത്തുകയാണ്. ഈ രംഗത്തേക്ക് വന്നവരെ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. ആരും ഈ രംഗത്തേക്ക് വന്നില്ല. ഇപ്പോൾ ഈ രംഗത്ത് ആരും പണിക്കാരില്ല. ഇപ്പം ഞങ്ങൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ കയറുന്നത്. തെങ്ങിൻ്റെ മുകളിൽ തേങ്ങയില്ല പഴയതുപോലെ. ഒട്ടമക്കാണെങ്കിൽ കയറിക്കഴിഞ്ഞ് ഒന്നും കിട്ടണില്ല. പിന്നെ ഈ രംഗത്ത് ഇപ്പോൾ പണിക്കാർ വന്നില്ല. കാരണം ഇപ്പോൾ വേറെ പല പണിയിലേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ പാരമ്പര്യ തൊഴിലാളി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ വേറെ പണിയിലേക്കാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും എല്ലാ പറമ്പുകളും കാട് പിടിച്ച് വളരെ ഭയങ്കരമായ രീതിയിൽ പാമ്പും മറ്റ് ജീവികളെല്ലാം വളർന്ന് ഉടമക്കൊരം അത് ചെയ്യിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ആ ചെയ്യിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് വരും. ഇപ്പോൾ ഈ കുടുംബശ്രീക്കാർ പെണ്ണുങ്ങളും മുഖേനയാണ് ഇപ്പോൾ ഈ പറമ്പെല്ലാം ഈ രീതിയിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ പറമ്പ് ഇപ്പോൾ വെടിപ്പാക്കിയതിന് കണ്ടമാനം കാശ് ചിലവാറിൻ്റെ സ്ഥാനത്ത് പെണ്ണുങ്ങൾ വന്ന് അവരുടെ കഷ്ടപ്പാടും മുതലാളന്മാരുടെ കഷ്ടപ്പാടും അവർ കുറേ കാശും കുറച്ച് ചായം എല്ലാവരും കൊടുത്താണ് ഇപ്പോൾ അതുങ്ങളും ഈ പറമ്പെല്ലാം ഒന്ന് വെടിപ്പാക്കിയേക്കണത്. ഇപ്പം ഞാനിപ്പോൾ ഈ തെങ്ങമ്മക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊന്നും കിട്ടില്ല. എന്നാലും എനിക്ക് ചിലപ്പോൾ ചായക്കാശ് എന്തെങ്കിലും പുള്ളിക്ക് തരാൻ സാധിക്കും. എന്നാലും അതിൻ്റെ മുകളിൽ നിന്ന് വെടിപ്പാക്കട്ടെ എന്നുള്ള രീതിയിൽ പാരമ്പര്യ തെങ്ങെടുത്ത ഒരാളി എന്ന് പറഞ്ഞാൽ ഞാൻ. പിന്നെ എൻ്റെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ 2 പേര് ഉണ്ടായിരുന്ന പണിക്ക് അവർ 2 പേരും മരിച്ചുപോയി. ഇപ്പം ഞാൻ ഈ തൊഴിലായിട്ട് ഇങ്ങനെ പട്ടണമ കയറി കാര്യങ്ങൾ നടത്തി പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഈ ഏഴിക്കര പഞ്ചായത്തിൽ ഒരു 3-4-5 തൊഴിലാളികളുള്ളൂ. അതിൽ 2 എണ്ണത്തിന് പാടില്ല ഇപ്പോഴും. പിന്നെ ഈ തൊഴിൽ നടത്തിക്ക് വേണ്ടി ഇപ്പോൾ ഈ രംഗത്ത് പെണ്ണുങ്ങളെല്ലാം പഠിക്കേണ്ടെന്ന് പറയണ്. ഉണ്ടെങ്കിൽ നല്ലത്. പെണ്ണുങ്ങളാണുങ്ങളും പഠിക്കട്ടെ. പണി ഇപ്പോൾ പഴയതുപോലെ ഇല്ലെങ്കിലും കയറുന്നതിന് ന്യായമായ കൂലിയും കിട്ടും. കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള മാർഗം ഉണ്ടാവും. ഞാൻ കലാഭമണി പാടിയ ഒരു പാട്ട് പാടുകയാണ്. ഈ കൊല്ലം നമ്മക്ക് ഓണുല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടേട്ടൻ നമ്മക്ക് കൂടെ പിറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട, തണ്ടും താടിയും പോയി ആളും മേലിഞ്ഞില്ലേ, തണ്ടലോടിഞ്ഞു മുതുകും പോയി, മേൽക്കൂര നോക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ, കുഞ്ഞാത്തൂനാശിച്ചിട്ടെന്താ കാര്യം, കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പ്രായം ചെറുപ്പോലെ, കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, പുത്തൻ പെണ്ണാദ്യം വീടുമുറ്റടിക്കോടിയേ, പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞേച്ചോട്,
പുത്തം പെണ്ണൊന്നു പാഴുതായാൽ കുഞ്ഞേക്ക് പാമ്പിനെ പോലെ പണം വീരിക്കും. ആനക്കല്ല് തൂരി കുട്ടേട്ടൻ വീണപ്പോ കുഞ്ഞാത്തൂൻ മുണ്ടാതെ പോയില്ലേടിയേ. പെണ്ണിൻ്റെ വീര്യം കളഞ്ഞില്ലടി കുഞ്ഞാത്തൂൻ, മുണ്ടാത്ത പൂച്ച കാലമുടയ്ക്കും. അച്ഛനും പോയില്ലേ അമ്മയും പോയില്ലേ, കുട്ടേട്ടനാരും തുണയില്ലല്ലോ.